കാഴ്ചയില്ലാത്തവരുടെ ലോകത്തേക്ക് വായനയിലൂടെ പുതിയ ലോകം തുറന്നു കൊടുക്കുകയാണ് ഹൃദ്യം എന്ന വാട്സാപ്പ് കൂട്ടായ്മ. 2019 തുടങ്ങിയ ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ 500ഓളം കേൾവിക്കാരും 100-ലധികം വായനക്കാരുമുണ്ട്. എല്ലാം ശാന്തമായെന്ന് തീർച്ചയായപ്പോൾ ഞാൻ കട്ടിലിനടിയിൽ നിന്ന് പുറത്തേക്ക് ഇഴഞ്ഞു. കാഴ്ചശക്തിയില്ലാത്തവർക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും പുസ്തകങ്ങൾ കേൾക്കാം. അതിന് ഈ വാട്സാപ്പ് കൂട്ടായ്മയിലേക്കൊന്ന് അംഗമായാൽ മാത്രം മതി. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജറും കോഴിക്കോട് സ്വദേശിയുമായ സഫർ അലിക്ക് തോന്നിയ ആശയമാണ് ഹൃദ്യം എന്ന വാട്സാപ്പ് കൂട്ടായ്മ. 2019 ജൂൺ 19 10 കേൾവിക്കാരും 5 വായനക്കാരുമായി ആരംഭിച്ച ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ 500 കേൾവിക്കാരും 150-ലധികം വായനക്കാരും ഉണ്ട്. കോവിഡ് കാലത്താണ് കൂട്ടായ്മയിലേക്ക് കൂടുതൽ പേർ എത്തുന്നത്. യൂറോപ്പ്, ഗൾഫ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഉള്ളവരാണ് കൂട്ടായ്മയിലെ വായനക്കാർ. നമുക്ക് വായന എന്നതിനപ്പുറത്തേക്ക് വായനയിലൂടെ ഒരുപാട് അറിവുകൾ നേടുന്ന ഒരു സാഹചര്യം കൂടി ഇതിനകത്ത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഗ്രൂപ്പ് വളരെ പരിമിതമായിട്ടുള്ള 5 വായനക്കാരും 10 കേൾവിക്കാരും ാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. കൂട്ടായ്മയിൽ അംഗമായതോടെ തങ്ങളെ ചേർത്ത് പിടിക്കാൻ നിരവധി പേർ ഉള്ളതായി അനുഭവപ്പെടുന്നുണ്ടെന്നാണ് കൂട്ടായ്മയിലെ ശ്രോതാക്കൾ പറയുന്നത്. നമ്മളൊരു വീഴ്ചയിൽ നമ്മൾ പിടിക്കാൻ ആൾക്കാരുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ കുറേ പേരിങ്ങനെ ചുറ്റും നിന്ന് നമ്മളെ താങ്ങി നിർത്തുന്നൊരു ഫീലിംഗ്. വായിക്കുന്നതിലൂടെ ശ്രോതാക്കൾക്ക് കിട്ടുന്ന അറിവിനേക്കാൾ തങ്ങൾക്കാണ് കൂടുതൽ അറിവ് ലഭിക്കുന്നത് എന്നാണ് വായനക്കാരും പറയുന്നത്. വായന കേൾക്കുന്നവരുടെ അവരത് ഉൾക്കൊള്ളുന്നതിൻ്റെ വ്യാപ്തി, ഡെപ്ത്, അതിൻ്റെ പ്രൊഫൗണ്ട്നെസ് കാണുമ്പോൾ നമ്മളൊക്കെ വായിക്കണത് എത്രയോ തുച്ഛാണെന്ന് തോന്നും. ബിക്കോസ് നമ്മൾ വായിക്കുന്ന വരികൾക്കിടയിലുള്ള കാര്യങ്ങൾ അവർ ചൂഴ്ന്നെടുത്തിട്ട് അതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. AI സാങ്കേതികവിദ്യ ഉണ്ടെങ്കിലും മനുഷ്യ ശബ്ദം കേൾക്കുന്നതിലൂടെ തങ്ങളുടെ അടുത്തിരുന്ന് വായിക്കുന്ന അനുഭവമാണ്. ഇതിലൂടെ വായനക്കാരനും ശ്രോതാവും തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒരു ഹ്യൂമൻ വോയിസ് ഇൻ ബിറ്റ്വീൻ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ മുനീറമാടെ ഒരു പുസ്തകം വായിച്ചാൽ മുനീറമാടെ എൻ്റെ അടുത്തിരുന്ന് വായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഒരു സാമീപ്യം, ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ സാമീപ്യം, അത് നമുക്കുണ്ടാക്കുന്ന ഒരു അനുഭൂതി. നമ്മൾ സംതിങ് ആണ് എന്നൊരു തോന്നലുണ്ടാക്കുകയാണ്. അതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫറൻസ്. വനിതാ വളണ്ടിയേഴ്സാണ് കൂട്ടായ്മയിൽ കൂടുതലുള്ളത്. 6 വർഷം പൂർത്തിയായ കൂട്ടായ്മയിൽ ദിനംപ്രതി നിരവധി ആളുകളാണ് ചേരുന്നത്. മീഡിയ 1 കോഴിക്കോട്.